ജർമ്മനിയിൽ സമ്മർ ആവണേക്കാൾ മുമ്പ് ഒരുവിധം എല്ലാ മെയിൻ സിറ്റികളിലും സ്പ്രിംഗ് ഫെസ്റ്റ് നടത്തും. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുകളിലുണ്ടാവും സ്പ്രിംഗ് ഫെസ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിക്കാവിലെ സ്പ്രിംഗ് ഫെസ്റ്റിലാണ്. നാട്ടിലെ തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ മിസ്സായതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഇങ്ങനൊരു സെറ്റപ്പ് വീണ് കിട്ടിയത്. ഓരോ സിറ്റിയുടെ വലിപ്പം അനുസരിച്ചും അവിടെ ഓരോ വ്യത്യാസങ്ങളും വരും. ഇവിടെ അത്ര വലിപ്പമൊന്നുമില്ല, ഇത്തിരി ചെറുതാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്പ്രിംഗ് ഫെസ്റ്റ് തന്നെയാണ് ഇവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഗെയിമുകളും പലതരത്തിലുള്ള റൈഡുകളും ഗിഫ്റ്റ് ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഏരിയാസും ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജയന്റ് വീലാണ് ഇവിടുത്തെ ഒരുവിധം എല്ലാ ഫെസ്റ്റിൻ്റെയും മെയിൻ അട്രാക്ഷൻ. ഒരുവിധം എല്ലാ ഫെസ്റ്റിവലിനും ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പരിപാടിയാണ്. നമ്മുടെ വീഗാലാൻഡിൽ സ്പേസ് ഗൺ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതായത് ഇങ്ങനെ കറക്കി 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 അവസാനം നമ്മുടെ ഉപ്പാട് ഇളകും. അതൊരു സാധനം. ഓരോ ഷോപ്പിൽ ഇങ്ങനെ ഡോൾസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഇത് ഒരു ഹൊറർ റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പേടിക്കാനുള്ളതുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ റൈഡുകൾക്കും അറൗണ്ട് €4 കൊടുക്കണം. ഓരോ റൈഡുകൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഏകദേശം എമൗണ്ടാണ് €4.
ഇത് ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. ഷൂട്ട് ചെയ്ത് പോയിന്റ് എടുക്കണം. പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓരോ ഗെയിമിനും ഡിഫറെൻറ്റ് പോയിന്റ്സ് ആയിരിക്കും. സമ്മറിലേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി കടക്കാത്ത കാരണം കൊണ്ടും പിന്നെ വിൻ്റർ അങ്ങോട്ട് വിട്ടു പോകാത്ത കാരണം കൊണ്ടും ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ ഈ തണുപ്പത്ത് ചെറിയൊരു വൈബൊക്കെ പിടിച്ച് നടക്കാൻ ഒരു രസാട്ടാ. കുട്ടികൾക്കാണെങ്കിലും അഡൽസിനാണെങ്കിലും ഡിഫറെൻറ്റ് റൈഡ്സ് ആണ് ഉള്ളത്. ഏജിനനുസരിച്ചാണ് അവിടെ ഓരോ റൈഡുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഷൂട്ടിംഗ് ഗെയിം, ഇതാണ് സംഭവം. പുള്ളിക്കാരൻ ഒരു ഷാർപ്പ് ഷൂട്ടറാന്ന് തോന്നുന്നുണ്ട്. ഒരുവിധം എല്ലാ പോയിന്റ് എടുത്ത് ആൾ വലിയൊരു ഗിഫ്റ്റായിട്ട് പോയത്. ഈ ഫെസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിലെ പൂരം പെരുന്നാൾക്കൊക്കെ നമ്മൾ കറങ്ങി നടന്ന് എക്സിബിഷനൊക്കെ പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.